പ്രിയപ്പെട്ടവരെ, ഗ്രാമീണം പാട്ടിൻ്റെ വഴി 10-ാം ലക്കം ONVക്കുള്ള സ്മരണാഞ്ജലിയായി സമർപ്പിക്കുകയാണ്. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്ന മലയാളി പെണ്ണിൻ്റെ വാടി നിൽക്കുന്ന മനസ്സിന് പ്രത്യാശ പകർന്ന അമ്പിളിക്കലയെ പൗർണമിയുടെ വാഗ്ദത്തമായി മാറ്റിയ കവി. ONVയുടെ അച്ചടിമഷി പുരണ്ട ആദ്യ കവിത ഇതല്ലെങ്കിലും കലാരംഗത്തേക്ക്, പ്രത്യേകിച്ച് നാടക സിനിമാ രംഗങ്ങളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ നാന്ദിയായത് ഈ കവിതയാണ്. ONVയുടെ മാത്രമല്ല, ദേവരാജൻ്റെയും. KPSCയിലൂടെ, കാളിദാസ കലാകേന്ദ്രത്തിലൂടെ മലയാള നാടക സംഗീത ശാഖയ്ക്ക് ഒരു പുതിയ മാനം നൽകി ഈ കൂട്ടുകെട്ട്. സിനിമാ രംഗത്തേക്ക് വന്നതും അവരൊരുമിച്ചായിരുന്നു. 1955 കാലം മാറുന്നു എന്ന സിനിമയിലൂടെ ദേവരാജൻ്റെ സംഗീത ജീവിതത്തിൻ്റെ പരിസമാപ്തി കുറിച്ച മലയാള സിനിമ അഗ്രജൻ, അതിലെ ഗാനങ്ങൾ ONVയുടെ വരികൾക്കാണ് അദ്ദേഹം ഈണം നൽകിയത്. എന്നാൽ അതിനിടയിൽ ഒരു 13 കൊല്ലം രണ്ടുപേരും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഏതോ കാരണത്തിൻ്റെ പേരിൽ അവർ രണ്ടുപേരും പരസ്പരം മിണ്ടിയില്ല, സഹവർത്തിച്ചില്ല. അതിന് വിരാമം കുറിച്ചത് JC സംവിധാനം ചെയ്ത നീ എത്ര ധന്യ എന്ന ചിത്രത്തിലാണ്. ആ ചിത്രത്തിലെ അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം, അത് ONV എഴുതിയത്, അല്ലെങ്കിൽ അത് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ദേവരാജനായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ONVയുടെ പ്രിയ പത്നി PP സരോജിനിയാണ്. ONV വിട പറഞ്ഞിട്ട് 10 വർഷം തികയുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം സൃഷ്ടിച്ച ശൂന്യത, അത് മലയാളിയുടെ മനസ്സിലെ തപ്തനിശ്വാസമായി നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മന്ത്രണം ചെയ്യുന്നു. ONV തന്നെ സിനിമയുടെ ഫ്രെയിമിനും പുറത്തേക്ക് പോയ പാട്ട് എന്ന് വിശേഷിപ്പിച്ച അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് ഗ്രാമീണത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ അമർനാഥാണ്, അമർനാഥ് ശശിധരൻ. നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്ത് തോർന്ന നേരം, രാത്രി മഴ പെയ്ത് തോർന്ന നേരം, കുളിർ കാറ്റിലേലച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്തികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര
വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്ത് ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ട് വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാമാരുടെയോ മുടിച്ചാർത്തിലൻ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമകഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ ഗീതികളെന്നിൽ ചിറകടിക്കേ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഈ ഗാനത്തെക്കുറിച്ച് നീ എത്ര ധന്യ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് കൂടിയായ ജോൺ പോൾ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നു. ഈ ചിത്രത്തിൻ്റെ പാട്ടിൻ്റെ കമ്പോസിങ്ങിന് വേണ്ടി ONV തലേ ദിവസം തന്നെ എത്തിയിരുന്നു. അപ്പോൾ അന്ന് രാത്രി തന്നെ ഇതിലേക്ക് വേണ്ട 4 പാട്ടുകളും എഴുതുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിറ്റേന്ന് രാവിലെ ജോൺ പോളിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു 3 പാട്ടുകളെ എഴുതാൻ കഴിഞ്ഞുള്ളൂ, 4ാമത്തെ പാട്ട് എഴുതിയിട്ടില്ല. അത് എഴുതാനിരിക്കുമ്പോൾ ആ മുറിയുടെ ജനൽപ്പാളി കാറ്റത്ത് ഇങ്ങനെ അടയുകയും എറമ്പിൽ നിന്ന് ഇങ്ങനെ മഴത്തുള്ളിയുടെ ശബ്ദവും അതിലുപരി ഒരു പക്ഷി നിരന്തരമായി ഇങ്ങനെ ചിലയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ആ പാട്ട് എഴുതാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോൺ പോൾ പറഞ്ഞു അതിപ്പോൾ ദേവരാജ മാസ്റ്റർ ഉച്ചയ്ക്ക് ശേഷമല്ലേ എത്തും, അതിന് മുമ്പ് നമുക്ക് എഴുതാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പോസിങ്ങിന് വേണ്ടി അവരിയ്ക്കുന്ന സമയത്ത് ഈ 4ാമത്തെ പാട്ടാണ് ആദ്യം ദേവരാജൻ മാസ്റ്റർ കയ്യിലേക്ക് ONV കൊടുക്കുന്നത്. ദേവരാജൻ മാസ്റ്റർ അതൊന്ന് വായിച്ചിട്ട് അത് ജോൺ പോളിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ജോൺ പോൾ അത് വായിച്ചു. അതിലെ രാത്രിമഴ പെയ്ത് തോർന്ന നേരം, കുളിർക്കാറ്റിൽ ഇലച്ചാർ തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം, ഹൃത്തന്തികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷി എൻ ജാലകവാതിലിൻ ചാരെ ചിലച്ച നേരം. ഈ വരികളിലേക്ക് വന്നപ്പോൾ ജോൺ പോൾ പറയുന്നത് ONVയെ നോക്കി അറിയാതെ കൈകൂപ്പിപ്പോയി എന്നാണ്. നമുക്കിനി ONVയുടെ ബാല്യത്തിലേക്ക് വരാം. അദ്ദേഹം 8 വയസ്സ് വരെ താമസിച്ചത് തേവള്ളിയിലെ മുതിരപ്പറമ്പിൽ എന്ന് പറയുന്ന വലിയൊരു വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ON കൃഷ്ണക്കുറുപ്പ് ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വൈദ്യനായിരുന്നു. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന രോഗങ്ങളും മാറാരോഗങ്ങളും ഒക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന വൈദ്യനെ ദൈവത്തെ പോലെ ആളുകൾ കണ്ടിരുന്ന കാലമാണ്. അതുപോലെ അദ്ദേഹം കൊല്ലം നഗരസഭ കൗൺസിലറായിരുന്നു. അതിലുപരി ശ്രീമൂലം പ്രജാസഭയിലെ തെരഞ്ഞെടുത്ത അംഗമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ ഗരിമയുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ ആദരപൂർവ്വം കണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് താനൊരു അല്പായുസാണ് എന്ന് വെളിപാടുണ്ടായതുകൊണ്ടാവാം ഒരിക്കൽ ബാലനായ ONVയെ മടിയിലിരുത്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്കുതകുകയില്ല, നീ തന്നെ നിന്റെ കാര്യങ്ങൾ നോക്കണം. പിന്നീട് ഉദര രോഗസംബന്ധമായി
അതിൻ്റെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി വെല്ലൂരേക്ക് പോയ പിതാവ് മടങ്ങി വന്നത് മൺകുടത്തിലെ അസ്ഥിശകലങ്ങളായാണ്. കൊല്ലത്തെ വലിയ വീടൊഴിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ഒരാൾ ONVയുടെ അമ്മയോട് രഹസ്യമായിട്ട് വന്ന് പറഞ്ഞു, വാടക ഇനത്തിൽ കുടിശ്ശികയുണ്ട്. ഒരു പിറന്നാളിന് അച്ഛൻ ONVയുടെ കഴുത്തിലിട്ട് കൊടുത്ത ഒരു മാല അത് ഊരി ഈ ആളിനെ ഏൽപ്പിച്ചിട്ട് അമ്മ പറഞ്ഞു, ഇത് വിറ്റ് വാടക കുടിശ്ശിക തീർക്കൂ. അപ്പോൾ ആശ്ചര്യത്തോടെ അമ്മയുടെ മുഖത്ത് നോക്കി ONV ചോദിച്ചു, അപ്പോൾ ഇത് വാടക വീടായിരുന്നോ? അമ്മയുടെ കണ്ണ് നനയുന്നത് ONV കണ്ടു. വീണ്ടും നമ്മളൊരു ഗാനത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം ONVയെ സംബന്ധിച്ച് ONVയുടെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്താത്ത മലയാളത്തിലെ സംഗീത സംവിധായകർ വിരളമാണ്. എങ്കിലും ചില കൂട്ടുകെട്ടുകൾ അതിലെടുത്തു പറയേണ്ടവയുണ്ട്. ONV ദേവരാജൻ, ONV സലിൽ ചൗധരി, ONV ബോംബെ രവി, അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കൂട്ടുകെട്ടാണ് നമുക്കറിയാം ONV MB ശ്രീനിവാസൻ. ചില്ലും ഉൾക്കടലും യവനികയും മണിവത്തൂരിലെ 1000 ശിവരാത്രികളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിലെ ആ വർഷത്തെ 1987 ഏറ്റവും മികച്ച ഗാനരചനയ്ക്ക് ONVക്ക് അവാർഡ് നേടിക്കൊടുത്ത ഗാനമാണ് അടുത്തത്. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി. ഈ ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് ഗ്രാമീണത്തിൻ്റെ പ്രിയപ്പെട്ട ഗായിക ശൈലജ താഹയാണ്. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി, നീ പാടാത്തതെന്തേ? നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി, നീ പാടാത്തതെന്തേ? ഏതു പൂമേട്ടിലോ മേടയിലോ നിന്റെ തേൻകുടം വച്ചു മറന്നു, പാട്ടിൻ്റെ തേൻകുടം വച്ചു മറന്നു. പക്ഷി നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി, നീ പാടാത്തതെന്തേ? ഓഹോ 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 താമരപ്പൂമൊട്ട് പോലെ നിന്റെ ഓമൽ കുരുന്നുടൽ കണ്ടു, ഗോമേതകത്തിൻ മണികൾ പോലെ ആ മലർ കണ്ണുകൾ കണ്ടു. പിന്നെയാ കൺകളിൽ കണ്ടു നിന്റെ തേൻകുടം പോയ ദുഃഖം. പക്ഷി നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി, നീ പാടാത്തതെന്തേ? തൂവൽ തിരികൾ വിടർത്തി നിന്റെ പൂവൽ ചിറകുകൾ വീശി, താണു പറന്നു വരൂ എൻ്റെ പാണിതലത്തിലിരിക്കൂ. എന്നും നിനക്കുള്ളതല്ലേ എൻ്റെ നെഞ്ചിലെ പാട്ടിൻ്റെ പാൽക്കിണ്ണം, എൻ്റെ നെഞ്ചിലെ പാട്ടിൻ്റെ പാൽക്കിണ്ണം.
പക്ഷി നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ? അതിഭീകരവും അനിവാര്യവുമായ മരണമെന്ന മഹാസത്യത്തിൻ്റെ മുന്നിൽ ചൂളി നിൽക്കേണ്ടി വന്ന ആ കുട്ടി പിന്നീട് എഴുതി, ബാല്യത്തിൻ്റെ ഏകാന്തതയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത എന്ന്. അച്ഛൻ്റെ മരണത്തെ തുടർന്നുള്ള ഒരു ദിവസം മനസ്സിൽ വലിയൊരു നൊമ്പരമായ അതോടൊപ്പം തന്നെ തന്നിലേക്കൊരു വാശി വളർത്തിയ ഒരു സംഭവം ONV വിവരിക്കുന്നുണ്ട്. അച്ഛൻ്റെ സഞ്ചയനം കഴിഞ്ഞ അടുത്തൊരു ദിവസം അടുത്ത ബന്ധുക്കളും കരയോഗ പ്രമാണികളും ഒക്കെ അമ്മയുടെ തറവാട്ട് വീടിൻ്റെ മുറ്റത്തൊത്തുകൂടി. അന്ന് അവിടെ അങ്ങനൊരു രീതി ഉണ്ടായിരുന്നത്രേ. മരിച്ചു കഴിഞ്ഞ ആളിൻ്റെ ആസ്തി ബാധ്യതകളൊക്കെ ചിട്ടപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് പരിശോധിക്കുമ്പോൾ ആസ്തിയല്ല, ബാധ്യതകളായിരുന്നു അധികവും. പലതിൻ്റെയും തിരിച്ചടവ് പോലും മുടങ്ങിയിരുന്നു. ഇത് കണ്ടിട്ട് അച്ഛനോട് അസൂയയുണ്ടായിരുന്ന ഒരു ബന്ധു, ഇതാണോ കൊടികെട്ടിയ ON കൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് വായിൽ കിടന്ന മുറുക്കാൻ നീട്ടി ഒരു തുപ്പ് തുപ്പി. ONV പറയുന്നു, അത് എൻ്റെ നെഞ്ചിലാണ് വീണത്. ആ തുപ്പിൻ്റെ സീൽക്കാരം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇത് കേട്ട് കതകിൻ്റെ മറവിൽ നിന്ന് കണ്ണ് തുടയ്ക്കുന്ന അമ്മ, തളർന്ന് ചാരുകസേരയിൽ കിടക്കുന്ന മുത്തച്ഛൻ. ആ സമയം ONVയുടെ മനസ്സിലേക്ക് ഒരു വാശി കടന്നു വന്നു. ഇയാളെക്കാളും ഇയാളുടെ മക്കളെക്കാളും വലിയവനായി, നാടറിയുന്നവനായി, എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നവനായി ഞാൻ വളരും. വീണ്ടും നമ്മളൊരു ഗാനത്തിലേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ONVയോട് സഹകരിച്ചതിൽ വളരെയേറെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ഒരുക്കിയ രവി ബോംബെയുമൊത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമാണ്. എന്നല്ല, ONVയുടെ ഗാനത്തിന് ആദ്യമായി ബോംബെ രവി സംഗീതം പകർന്നതും ഈ ഗാനത്തിന് വേണ്ടിയാണ്. ആരെയും ഭാവഗായകനാക്കും എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഗാനം ചിട്ടപ്പെടുത്തുമ്പോൾ, അത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ബോംബെ രവിയുടെ ഒരു പ്രത്യേകത ONV തന്നെ പറഞ്ഞിട്ടുള്ളത്, ഓരോ വാക്കിൻ്റെയും ഓരോ വാചകത്തിൻ്റെയും അർത്ഥം ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ടാണ് വാക്കുകളൊക്കെ കൃത്യമായി മുറിക്കുക. അങ്ങനെ വന്നപ്പോൾ ഈ വരി ആദ്യം മുറിച്ചത് ഇങ്ങനെയാണ്, ആരെയും ഭാവ ഗായകനാക്കും, ഇത്തരത്തിലാണ് മുറിച്ചത്. അപ്പോൾ ONV പറഞ്ഞു അത് അങ്ങനെ മുറിക്കുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പോഴാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന രീതിയിൽ ആരെയും എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷാർത്ഥത്തിൻ്റെ നിശബ്ദത കൊടുത്തിട്ട് അത് തുടരുന്നത്. അപ്പം അങ്ങനെ അത് ചിട്ടപ്പെടുത്തുന്നുണ്ടപ്പോൾ ONV തന്നെ അറിയാതെ ആ ഒരു നിർത്തൽ, ആ ഒരു പോസിനെ ONV തന്നെ അറിയാതെ പറഞ്ഞു പോയത്രേ, ഫാന്റാസ്റ്റിക് പോസ് എന്ന്. ആ ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുനീഷ് സുഗതനാണ്. നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ,
നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആമസൗന്ദര്യമാണു നീ. കിന്നരമണി തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും. കിന്നരമണി തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും. മണ്ണിലെ കിളിപ്പൈതലും മൂളം തണ്ടിൽ മൂളുന്ന തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ. ആരെയും ഭാവഗായകനാക്കും ആമസൗന്ദര്യമാണു നീ. നിന്റെ ശാലീന മൗനമാകുമി പൊന്മണിച്ചെപ്പിനുള്ളിലായി. നിന്റെ ശാലീന മൗനമാകുമി പൊന്മണിച്ചെപ്പിനുള്ളിലായി. മൂടിവച്ച നിഗൂഢ ഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി. ഇന്നിതാ നൃത്തലോലരായി ഈ പ്രപഞ്ച നടനവേദിയിൽ. ആരെയും ഭാവഗായകനാക്കും ആമസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആമസൗന്ദര്യമാണു നീ. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ വ്യക്തമായ രാഷ്ട്രീയ ധാരണകളുണ്ടായിരുന്ന ആളാണ് ONV. അദ്ദേഹം കൊല്ലം SN കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം യൂണിയൻ ചെയർമാനായിരുന്നു. ഈ രാഷ്ട്രീയ ബന്ധം ചില അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിഗ്രി പഠനത്തിന് ശേഷം, ഡിഗ്രിക്ക് അദ്ദേഹം എക്കണോമിക്സ് മെയിനായിരുന്നു. അതിനുശേഷം മലയാളം MAക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേരണം എന്നുള്ളതായിരുന്നു ONVയുടെ ആഗ്രഹം. ഡോക്ടർ ഗോദവർമ്മയും ശൂരനാട് കുഞ്ഞമ്പിള്ളയും N കൃഷ്ണപിള്ളയും ഒക്കെ അടങ്ങിയ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ആ അധ്യാപകരുടെ ശിഷ്യനായി അവിടെ പഠിക്കാൻ കഴിയുക എന്നത് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാഷ സംസ്കൃതമായിരുന്നു എന്ന് മാത്രമല്ല, അതിൽ 1ാം ക്ലാസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആകെ 4 ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ഒന്ന് അദ്ദേഹത്തിനായിരുന്നു. എന്നിട്ടും മറ്റുള്ളവർക്കൊക്കെ കോൾ ലെറ്റർ വരുമ്പോഴും അദ്ദേഹത്തിന് കോൾ ലെറ്റർ വന്നില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നേരിട്ട് കോളേജിൽ ചെന്നു. അന്ന് പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ CS വെങ്കടേശ്വരൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മലയാളം വിഭാഗത്തിലെ തന്നെ ഒരു അധ്യാപകനുണ്ടായിരുന്നു. അപ്പോൾ ONV കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ മലയാള അധ്യാപകൻ ആദ്യം പറഞ്ഞത്, അതിന് നിങ്ങൾക്ക് മലയാളം അറിയുമെന്നതിന് എന്താ തെളിവ് എന്നാണ്. അതിന് വളരെ സൗമ്യമായി, എന്നാൽ അതിന് തക്ക ഒരു മറുപടി ONV പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന കോളേജിൽ വലിയ കുഴപ്പക്കാരനായിരുന്നു അല്ലേ? അതിനും വളരെ സൗമ്യമായിട്ട് തന്നെ ONV മറുപടി പറഞ്ഞു. ഈ സമയമൊക്കെയും
സശ്രദ്ധം ONVയെ വീക്ഷിച്ച പ്രിൻസിപ്പല് അദ്ദേഹത്തോട് പറഞ്ഞു, യു സീം ടു ബി ആൻ ഓണസ്റ്റ് ചാപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് എ കമ്മ്യൂണിസ്റ്റ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഈ വർഷത്തെ പ്രവേശന നടപടികളൊക്കെ പൂർത്തീകരിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് അടുത്ത വർഷം അഡ്മിഷൻ തരാം എന്ന് പറഞ്ഞിട്ട് അത്തരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു വർഷം അവിടെ നഷ്ടപ്പെട്ടു. അതേത് തന്നെയാണ് അദ്ദേഹത്തിന് കോളേജ് അധ്യാപകനായുള്ള നിയമനത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തോടൊപ്പം ലിസ്റ്റിലുണ്ടായിരുന്ന ഇപ്പോൾ M. അച്യുതൻ, സാനുമാഷ്, ഇവർക്കൊക്കെ തന്നെ നിയമന ഉത്തരവ് ലഭിക്കുമ്പോഴും പോലീസ് വെരിഫിക്കേഷൻ അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് അതിൽ വന്നില്ല. പിന്നെ അന്നത്തെ ഗവർണറായിരുന്ന B. രാമകൃഷ്ണ റാവുവിനെ പോയി നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ മൂലമാണ് അദ്ദേഹത്തിന് കോളേജ് അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്. ആ സമയത്തും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ സമയത്ത് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും എപ്പോഴും അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുക കൂടി ചെയ്തു. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും PKVയുടെയും VSന്റെയും നിർബന്ധം ഒരുമിച്ച് വന്നപ്പോൾ അദ്ദേഹം അവിടെ കാൻഡിഡേറ്റ് ആവുകയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന നേതാവ് AKG ആണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കോളേജ് അധ്യാപകനായി എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ണൂർ പോയി AKGയെ കണ്ടതും അന്ന് AKG പറഞ്ഞതും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. AKG പറഞ്ഞു, നിങ്ങൾ നല്ലൊരു അധ്യാപകനാകും, നിങ്ങളെപ്പോലുള്ളവർ നമുക്ക് എല്ലാ രംഗത്തും വേണം. ONV പറയുന്നു, പെൻഷൻ പറ്റി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. വീണ്ടും നമ്മൾ ഒരു ഗാനത്തിലേക്ക് പോവുകയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ONVയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും കവിതകളും തമ്മിലുള്ള അതിർവരമ്പ് വളരെ ലോലമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കവിത എനിക്ക് ഉപ്പാണ്, അത് വേണ്ട പാകത്തിൽ ചേർത്ത് എൻ്റെ സഹയാത്രികർക്ക് നൽകുന്ന പാഥേയമാണ് എൻ്റെ പാട്ടുകളെന്ന്. അങ്ങനെയുള്ളൊരു പാട്ട്, ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരാളല്ല. ഒരുപക്ഷെ അദ്ദേഹം ആരണ്യകം എന്ന ഈ ചിത്രത്തിന് വേണ്ടി മാത്രമാണ് മലയാളത്തിൽ പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രഘുനാഥ് സേഠ് ബേസിക്കലി അദ്ദേഹം ഒരു ബാൻസുരി വാദനാണ്, ഇത് ഫ്ലൂട്ട് വായിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ഗാനം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സന്തോഷ് സെന്റെ ശബ്ദത്തിൽ കേൾക്കാം. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടി പോലെ മണ്ണിന്റെ ഇളം ചൂടാനൊരു മാറി ഈരല ഒരു കിരണം പൂച്ചാർത്തിയ പോലെ പൂങ്കവിളിൽ കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ തെന്നലോ തെന്നുമ്പിയോ പൊന്നരയാൽ മറഞ്ഞിരുന്നു നിന്നെ കണ്ട് കൊതിച്ചു പാടിയ കിന്നര കുമാരനോ. ഓ
കണ്ണിൽ പൂങ്കവിളിൽ തൊട്ടു കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ താഴമ്പു കാറ്റു തലോടിയ പോലെ നൂറായിരം രാക്കുളിരാടിയ പോലെ താഴമ്പു കാറ്റു തലോടിയ പോലെ നൂറായിരം രാക്കുളിരാടിയ പോലെ കുന്നത്തെ വിളക്കുതളിക്കും കയ്യാ കുഞ്ഞു പൂവിൻ അഞ്ജനത്തിൻ ചാന്തു തൊട്ടതുപോലെ ചാന്തു തൊട്ടതുപോലെ കണ്ണിൽ പൂങ്കവിളിൽ തൊട്ടു കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ തെന്നലോ തെനിത്തുമ്പിയോ പൊന്നരയാൽ മറഞ്ഞിരുന്നു നിന്നെ കണ്ട് കൊതിച്ചു പാടിയ കിന്നരകുമാരനോ ഓ കണ്ണിൽ പൂങ്കവിളിൽ തൊട്ടു കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിന്റെ ഇളം ചൂടൊരു മാറി ഈരനാമൊരിന്തു കിരണം പൂവ് ചാർത്തിയ പോലെ പൂവ് ചാർത്തിയ പോലെ കണ്ണിൽ പൂങ്കവിളിൽ തൊട്ടു കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ തെന്നലോ തെനിത്തുമ്പിയോ പൊന്നരയാൽ മറഞ്ഞിരുന്നു നിന്നെ കണ്ട് കൊതിച്ചു പാടിയ കിന്നരകുമാരനോ ഓ കണ്ണിൽ പൂങ്കവിളിൽ തൊട്ടു കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ ഒരു അരുണകാലത്തിൻ്റെ കവികളാണ് പി ഭാസ്കരനും വയലാറും ONVയും. പി ഭാസ്കരനും വയലാറും ഒരു ഘട്ടം കഴിയുമ്പോൾ പൂർണ്ണമായും സിനിമയിലേക്ക് മാറിയപ്പോഴും കൃത്യമായ ഇടവേളകളിൽ ONVയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കവിതകളും സമാഹാരങ്ങളും വന്നുകൊണ്ടേയിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ആശുപത്രിയിലായ സന്ദർഭത്തിൽ പോലും, ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും അവസാനം ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയത് കാമ്പോജി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. അത് അദ്ദേഹം ആശുപത്രി മുറിയിലിരുന്നു കൊണ്ട് എഴുതിയതാണ്. അതുപോലെ ONVയെ സംബന്ധിച്ച് തോന്നിയിട്ടുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത്രയേറെ വൈവിധ്യമാർന്ന കവിതകൾ എഴുതിയ മറ്റൊരു മലയാള കവി, ഇത്രയും സുദീർഘമായ കാലഘട്ടത്തിൽ കവിതകൾ എഴുതിയ മറ്റൊരു മലയാള കവി ഉണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കവിയെയോ അല്ലെങ്കിൽ ഒരു കഥാകാരനെയോ അല്ലെങ്കിൽ നോവലിസ്റ്റിനെയോ സംബന്ധിച്ച് നമ്മളൊരു 10 പേരോട് അവരുടെ ഏറ്റവും മികച്ച കഥ അല്ലെങ്കിൽ കവിത ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൽ 5 പേരിൽ കൂടുതലും പറയുന്നത് ഒരേ
പേരായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വയലാറിൻ്റെ കാര്യത്തിൽ നമ്മളൊരു 10 പേരോട് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും പറയുക എനിക്ക് തോന്നുന്നു 5 പേരിൽ കൂടുതലും പറയുക സർഗസംഗീതമായിരിക്കും. അല്ലെങ്കിൽ പി ഭാസ്കരൻ്റെ ഈ സംബന്ധിച്ച് ഇതുപോലൊരു ചോദ്യം ചോദിച്ചാൽ അത് ഭൂരിഭാഗം പേരും പറയുക ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതയായിരിക്കും. പക്ഷെ ONV സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇത്തരത്തിലായിരിക്കില്ല, വ്യത്യസ്തമായ പേരുകളായിരിക്കും. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെയുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരിക്കൽ സുഗതകുമാരിയോട് ONVയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്മൃതിലഹരിയാണ് എന്നാണ്. അവർ അതുപോലെ തന്നെ വൈകാരികമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സുഗതകുമാരി ടീച്ചറിൻ്റെ അമ്മ പ്രൊഫസർ കാർത്യായനി അമ്മ, അവര് ബെഡ്രിഡനായി കിടക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കവിതകൾ കേൾക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരിക്കൽ ONVയുടെ സ്മൃതിലഹരി എന്ന് പറയുന്ന കവിത അമ്മയ്ക്ക് ചൊല്ലിക്കേൾപ്പിക്കുമ്പോൾ അതിലെ മണികിലിങ്ങും വില്ലുകൊട്ടി തുലാവർഷ മുകിലുപാട് മധുരമൊഴിയായ സാക്ഷാൽ കൈരളിപാട് എന്ന വരി എത്തിയപ്പോൾ അമ്മ ഒന്ന് ജെർക്ക് ചെയ്തിട്ട് രണ്ട് കണ്ണിലൂടെയും കണ്ണീരൊഴുകി എന്നാണ് ഒരിക്കൽ സുകുമാരി ടീച്ചർ പറഞ്ഞത്. അതുപോലെ ഇതേ ചോദ്യം MTയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ MT പറഞ്ഞ മറുപടി എല്ലാ കവിതകളും ഇഷ്ടമാണ്, എന്നാലും ചോറൂണ് എന്ന് പറയുന്ന കവിതയോട് നമുക്കറിയാമല്ലോ, വാഗ്മയ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു കവിതയാണത്, അതാണ് കൂടുതൽ ഇഷ്ടം എന്നാണ്. അതുപോലെ ONVയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ കവിതകളും ആദ്യം വായിക്കുന്നയാള് അത് അദ്ദേഹത്തിൻ്റെ പത്നി PP സരോജിനി ആണ്. അത് PP സരോജിനി അദ്ദേഹത്തിൻ്റെ പത്നി ആയതുകൊണ്ട് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവര് മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളാണ്. അവര് എറണാകുളം മഹാരാജാസിൽ MAക്ക് പഠിക്കുമ്പോൾ ONV അവിടെ അധ്യാപകനായിരുന്നു. അങ്ങനെ അതൊരു അറേഞ്ച്ഡ് പ്രേമവിവാഹമായിരുന്നു. അവരോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാണ്? അവർ പറഞ്ഞ മറുപടി അത് ശാർംഗക പക്ഷികളാണ് എന്നാണ്. അപ്പൊ ഈ ഓരോരുത്തരെ സംബന്ധിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരോടും ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തർ ഇപ്പൊ എന്നോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഏത് കവിതയാവും ഏറ്റവും നല്ലത് എന്ന് പറയുക, വിഷമിച്ചു പോകുന്ന കാര്യമാണ് അല്ലേ. അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകൾ ഇത്തരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. ONVയെ സംബന്ധിച്ചിടത്തോളം ONV മലയാളത്തിലെ പല കവികളെയും കുറിച്ച് അല്ലെ അവർക്ക് സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ആശാനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിതകളാണ്. ഇപ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ എന്നൊരു കവിതയുണ്ട്, അതുപോലെ പറയൂ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. അതിലൊക്കെ ആശാനോട് ഇദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേനിന്റെ മധുരിമ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചും ONVയോടും ഇതേ ചോദ്യം പ്രസക്തമാണല്ലോ എന്ന് നമുക്ക് തോന്നും. അതുപോലെയാണ് വള്ളത്തോളിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ സ്മൃതിലഹരി. അതിലെ ഇത്തിരിത്തേൻ തൊട്ടരച്ചൊരു പൊന്നുപോലാമക്ഷരത്തെ ശക്തമാക്കിയ കവിയോർത്തൻ കിളിമകൾ പാട് എന്ന് പറയുമ്പോൾ ഇത് ONVയ്ക്കും ചേർന്നതാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. വീണ്ടും നമ്മളൊരു ഗാനത്തിലേക്ക് വരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ പ്രസിദ്ധമായ മറ്റൊരു കൂട്ടുകെട്ട് ONV സലിൽ ചൗധരി. ഒരു കൗതുകത്തിൻ്റെ പേരിൽ പറയട്ടെ, ഒരു ഘട്ടത്തിൽ ബോംബെ രവി ആയിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് വന്ന സമയത്താണ് ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ ONVയോട് ചോദിച്ചു, സലിൽ ചൗധരിയുടെ സംഗീതമാണോ, രണ്ട് നോർത്ത് ഇന്ത്യൻ സംഗീതജ്ഞരാണല്ലോ, സലിൽ ചൗധരിയുടെ സംഗീതമാണോ അതോ ബോംബെ രവിയുടെ സംഗീതമാണോ കൂടുതൽ ഇഷ്ടം എന്ന് ONVയോട് ചോദിച്ചപ്പോൾ ONV അതിന് പറഞ്ഞൊരു രസകരമായ മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, വേറൊന്നും പറയാം, ഇത്രയേ പറഞ്ഞുള്ളൂ. കാട് കാടാണ്, കടല് കടലാണ്. രണ്ടുപേരും പ്രതിഭാധനരായിട്ടുള്ള രണ്ട് സംഗീതജ്ഞരാണ്. ONVയും സലിൽ ചൗധരിയും ചേർന്ന് ഏകദേശം 10ഓളം സിനിമകൾക്ക്, ആകെ സലിൽ ചൗധരി 23 ചിത്രങ്ങൾക്കാണ് മലയാളത്തിൽ സംഗീതം പകർന്നത്. അതിൽ 10 ഗാനങ്ങളും 10 സിനിമകളും ONVക്കൊപ്പമായിരുന്നു. ആദ്യമായിട്ട് അവർ ഒരുമിച്ചത് സ്വപ്നം എന്ന സിനിമയിലാണ്. അതിലെ
മാതളപ്പൂ പോലൊരു മാനസം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആദ്യമായിട്ട് കമ്പോസ് ചെയ്തത്. ONV മരണപ്പെടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മൺമറഞ്ഞ പ്രസിദ്ധരായിട്ടുള്ള സംഗീതജ്ഞരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണത്. ONV ദേവരാജനെ അനുസ്മരിക്കുന്ന ആ ഒരു ചാപ്റ്ററിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെയാണ് പുസ്തകത്തിനും കൊടുത്തത്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. അതിൽ സലിൽ ചൗധരിയെ കുറിച്ചുള്ള ആ ഒരു അധ്യായത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേരും ഇതുതന്നെയാണ്, മാതളപ്പൂ പോലൊരു മാനസം. അത് സലിൽ ചൗധരിയുടെ സ്വഭാവത്തോടും ചേർന്ന് നിൽക്കുന്നതാണ് എന്നാണ് ONV പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വളരെ ബഹുമാനപൂർവ്വം സലിൽദ എന്ന് മാത്രം സംബോധന ചെയ്യുമായിരുന്ന സലിൽ ചൗധരി സംഗീതം നിർവഹിച്ച ONVയുടെ വളരെ പ്രസിദ്ധമായ, മലയാളി ഏറെ ഇഷ്ടപ്പെടുന്ന, പ്രണയാതുരമായ എന്നാൽ ഒപ്പം നൊമ്പരമുണർത്തുന്ന ആ ഗാനം, മദനോത്സവം എന്ന ആ ചിത്രത്തിലെ ആ ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് അഖിലയാണ്. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും, വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. മരണമേ നീ വരികയെന്റെ പ്രണയഗാനം കേൾക്കൂ, നീയും ഏറ്റുപാടാൻ പോരൂ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. ONVയെ സംബന്ധിച്ച് അദ്ദേഹത്തെ തേടിയെത്താത്ത പുരസ്കാരങ്ങളില്ല. കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും
ഓടക്കുഴൽ അവാർഡും വയലാർ അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരവും നേടി ജ്ഞാനപീഠം കയറിയ കവിയാണ് ONV. ജ്ഞാനപീഠ പുരസ്കാരം വാങ്ങിയ ശേഷം അദ്ദേഹം ചെയ്ത മറുപടി പ്രസംഗത്തിൽ അതിൻ്റെ അവസാന വാചകമായി അദ്ദേഹം പറഞ്ഞ വാചകം ഒരർത്ഥത്തിൽ മലയാളിക്ക് നൽകിയ ഒസ്യത്താണ് എന്ന് തോന്നുന്നു. ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരംശം ഞാനിവിടെ ഉപേക്ഷിച്ചു പോകുന്നു. അതാണ് എൻ്റെ കവിത. അതെ, ആ കവിതകൾക്ക് നിത്യ യൗവനമാണ്. ONVക്ക് പാട്ടിൻ്റെ വഴിയുടെ പ്രണാമം.